നമസ്കാരം. അമ്പലപ്പുഴ MLA ജി സുധാകരനെ വിടാനുള്ള മട്ടില്ല CPM. CPMൽ നിന്നും പുറത്തു വന്ന് ഈ കഴിഞ്ഞ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്നും UDFന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച ജി സുധാകരൻ ഗംഭീര ഭൂരിപക്ഷത്തിനാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. CPMന്റെ സ്ഥാനാർത്ഥിയെയാണ് തോൽപ്പിച്ചത്. പണ്ടേ മുതൽ തന്നെ CPM സുധാകരന് എതിരെയായിരുന്നു. ആരുടെ മുഖത്ത് നോക്കിയും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന സുധാകരൻ്റെ തനി കമ്മ്യൂണിസ്റ്റ് ശൈലി തന്നെയാണ് CPMലെ പുത്തൻകൂറ്റ് നേതാക്കന്മാരെ ചൊടിപ്പിച്ചത്. അക്ഷരാർത്ഥത്തിൽ സുധാകരനെതിരെ അമ്പലപ്പുഴ, ആലപ്പുഴ ഭാഗത്തുള്ള CPMലെ പുത്തൻകൂറ്റുകാർ പടയൊരുക്കം നടത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം താൻ ഈ പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കുകയും 13 വയസ്സുള്ളപ്പോൾ ഈ പാർട്ടിയിൽ വരികയും പിന്നീട് പാർട്ടിയെക്കുറിച്ച് പഠിക്കുകയും പാർട്ടിക്കൊപ്പം നിൽക്കുകയും ചെയ്ത ആളാണ് എന്നാണ് സുധാകരൻ പറഞ്ഞത്. ഇപ്പോഴുള്ള പുത്തൻ കൂറ്റുകാർ എന്താണ് മാർക്സിസം, എന്താണ് ലെനിനിസം എന്നൊക്കെ അറിയാത്ത ആളുകൾ ജി സുധാകരനെ അത് പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് അവർ എന്താണ് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ അവർ തിരിച്ചറിയാൻ ശ്രമിക്കണം എന്നാണ് സുധാകരൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരുതരം ഭീഷണിയുടെ സ്വരത്തിലാണ് CPMകാർ ഇപ്പോൾ ജനപ്രതിനിധിയായ MLA കൂടിയായ ജി സുധാകരനോട് പെരുമാറുന്നത് എന്നാണ് ഈ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ നീർക്കുന്നം സ്കൂളിൽ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. CPMന്റെ അമ്പലപ്പുഴ വടക്കും ഭാഗം പഞ്ചായത്ത് പ്രസിഡന്റ്, ആ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും സുധാകരനും തമ്മിലായിരുന്നു നേർക്കുനേർ വാഗ്വാദങ്ങൾ ഉണ്ടായത്. ഇതിനിടയിൽ PTA കമ്മിറ്റിയിൽപ്പെട്ട 1-2 ആളുകളും അവിടുത്തെ CPM പ്രതിനിധികളും തമ്മിൽ കയ്യേറ്റം നടക്കുന്നതുമായി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അമ്പലപ്പുഴ നീർക്കുന്നം സ്കൂളിൽ നിന്നും അനധികൃതമായി മണ്ണ് നീക്കുന്നു എന്നുള്ളൊരു പരാതി, ഹെഡ്മാസ്റ്ററുടെ പരാതിയെ തുടർന്നാണ്, അവിടുത്തെ PTA അസോസിയേഷൻ്റെ പരാതിയെ തുടർന്നാണ് MLA എന്ന രീതിയിൽ സുധാകരൻ അവിടെ എത്തുന്നത്. അപ്പോൾ സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിയാണ്. ഈ മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് അത് തർക്കത്തിലേക്ക് നീങ്ങുകയും അമ്പലപ്പുഴയുടെ പല ഭാഗത്തു നിന്നുള്ള, അമ്പലപ്പുഴ വടക്ക് ഭാഗത്തു നിന്നുള്ള പഞ്ചായത്തിലെ അംഗങ്ങൾ അടക്കമുള്ള, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പിന്നീട് സുധാകരനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. സുധാകരൻ പാർട്ടിയിൽ നിന്ന് സർവസ്വ നേടിക്കഴിഞ്ഞ് പാർട്ടിയെ വിട്ടുപോയി എന്നൊക്കെ തരത്തിൽ സുധാകരനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഈ അമ്പലപ്പുഴ വടക്കും ഭാഗത്തു നിന്ന് എത്തിയ ചില പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നാം ദൃശ്യങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ്. എന്നാൽ പാർട്ടി ഒന്നും ആർക്കും വെറുതെ കൊടുക്കുന്നതല്ല. പാർട്ടിയുടെ പ്രവർത്തന പാരമ്പര്യം തിരിച്ചറിഞ്ഞ് പാർട്ടിയിൽ അവർ ചെയ്ത സേവനങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങളാണ് അവരെ ഏൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെയാണ് MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒക്കെ ഓരോ പ്രവർത്തകർക്ക് കിട്ടുന്നത് എന്നാണ് സുധാകരൻ പറഞ്ഞത്. അത് നേടുന്നതല്ല എന്നാണ് സുധാകരൻ തനിക്ക് എതിരെ ഇത്തരം പരാമർശങ്ങൾ ഉന്നയിച്ച ആളോട് പറഞ്ഞത്. പാർട്ടിയിൽ പ്രവർത്തിച്ച് ജനകീയത കൈവരണമെന്നുണ്ടെങ്കിൽ പാർട്ടിയെ അറിയണം, ജനങ്ങളെ അറിയണം, ജനഹിതകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കണം എന്ന് തനിക്കെതിരെ പരാമർശങ്ങൾ ഉന്നയിച്ച ആളോട് സുധാകരൻ മുഖത്തേക്ക് വിരൽ തൂണ്ടി തന്നെ പറഞ്ഞു. അയാളും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾ സാറേ സാറേ എന്നാണല്ലോ ഞങ്ങളെ കൊണ്ട് നിങ്ങളെ വിളിപ്പിച്ചിരുന്നത്, അത് തന്നെയാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ പറയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന മട്ടിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. എന്നാൽ പിന്നീട് ഇത് കയ്യാങ്കളികളിലേക്കും അല്ലെങ്കിൽ തമ്മിൽ വാക്കേറ്റം മൂത്ത് അത് അടികലാശത്തിലേക്ക് നീങ്ങും എന്നറിഞ്ഞതോടുകൂടി പിന്നീട് പോലീസ് എത്തിയാണ് ഇരു വിഭാഗക്കാരെയും 2 വഴിക്ക് വിട്ടത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്നാൽ ഇത്തരം വസ്തുതകൾ അറിഞ്ഞപ്പോൾ AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ പറഞ്ഞത് CPM വലിയൊരു പാഠം പഠിക്കേണ്ട സമയത്തും പാഠം പഠിച്ചിട്ടില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായൊരു പരാജയമാണ് CPMന് പറ്റിയത്. ഈ വീഴ്ചയിൽ നിന്നും ഇപ്പോഴും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ജി സുധാകരനെതിരെ ഇവർ നടത്തുന്ന ഈ ചക്കളത്തി പോരാട്ടം അല്ലെങ്കിൽ പോരുവിളി എന്ന് തന്നെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ തുറന്നടിച്ചത്. MLAയുടെ വഴിതടയും, MLAയുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPMകാർ മുന്നോട്ട് വന്നാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ UDFനാകില്ല എന്ന് തന്നെയാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്യാൻ ഏവർക്കും അവകാശമുണ്ട്, തീർച്ചയായും അവരത് ചെയ്യട്ടെ. പക്ഷേ ഒരു ജനപ്രതിനിധിയുടെ വഴി മുടക്കിക്കൊണ്ട് അയാളെ വഴിയിൽ തടഞ്ഞുകൊണ്ട് സമരം ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സർക്കാർ തയ്യാറാവില്ല, UDF അതിന് തയ്യാറാകില്ല, ക്രമസമാധാനം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് KC വേണുഗോപാൽ കൃത്യമായി തന്നെ ഈ സുധാകരനെതിരെ നീങ്ങുന്ന ആളുകളോട് പറയുകയായിരുന്നു. എന്തായാലും CPM ഇപ്പോഴും അവരുടെ വീഴ്ചയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ തയ്യാറല്ല. വീണ്ടും
സമരമുഖത്ത് നിൽക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ആക്രോശവുമായി അല്ലെങ്കിൽ ഭീഷണിയുമായി മുന്നോട്ട് വരുന്ന ഈ ഒരു പരിപാടിയിൽ നിന്ന് CPM മാറണം എന്ന് തന്നെയാണ് KC വേണുഗോപാലും പറഞ്ഞത്. എന്തായാലും സുധാകരൻ തനത് ശൈലിയിൽ പറഞ്ഞു, ഇതുകൊണ്ടൊന്നും തനിക്ക് യാതൊരു കുലുക്കവുമില്ല, കൃത്യമായി കാര്യങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ താൻ എന്ന വ്യക്തിയെ കോർണർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതുമാത്രമാണ് അവരുടെ അജണ്ട. സുധാകരൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഏത് വിധേനയും സുധാകരനെ പ്രതിരോധിക്കുക, സുധാകരനെതിരെ പരസ്യമായി പ്രതിഷേധം ഉയർത്തുക, ഇതാണ് അമ്പലപ്പുഴ ആലപ്പുഴ ഭാഗത്തുള്ള CPMന്റെ പ്രധാന പരിപാടി. എന്നാൽ 2026 തോൽവിയിൽ നിന്നും എങ്ങനെ കരകയറാം, എങ്ങനെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പാർട്ടിയെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരാം, എന്താണ് ഈ പാർട്ടിക്ക് പറ്റിയത് എന്ന തരത്തിലുള്ള പഠനങ്ങൾ നടക്കാതെ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ സുധാകരനെതിരെ പടയൊരുക്കം നടത്തുന്നതിനാണ് അമ്പലപ്പുഴ ആലപ്പുഴ ഭാഗത്തുള്ള CPM പ്രവർത്തകർക്ക് ഇപ്പോഴും താല്പര്യം എന്ന് തന്നെയാണ് സുധാകരൻ പറയുന്നത്. അഥവാ സുധാകരൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. എന്തായിരിക്കും ഇനി ഈ കാര്യത്തിൽ കൂടുതലായി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെന്ന് നമുക്ക് കണ്ടറിയാം. ജി സുധാകരൻ്റെ വീട്ടിലേക്ക് CPM പ്രവർത്തകർ പ്രകടനം നടത്തും എന്നൊക്കെയാണ് പറയുന്നത്. പ്രതിഷേധിക്കാനും പ്രകടനം നടത്തുവാനും ജനാധിപത്യപരമായ രീതിയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് അതിർവിടുകയാണെങ്കിൽ തീർച്ചയായും ആ രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യേണ്ടി വരും എന്നുള്ള സന്ദേശം തന്നെയാണ്, സൂചനയാണ് KC വേണുഗോപാൽ നൽകിയത്. ഇക്കാര്യത്തിൽ ഇനി എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക.